ഇപ്പോൾ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം PV അൻവർ ഉന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ട്. നിരന്തരമായി ആ മേഖലയിൽ ഉണ്ടാകുന്ന ജീവനഷ്ടമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുന്ന അസ്വസ്ഥതകളും അവിശ്വാസവുമുണ്ട് സംവിധാനത്തോട്. തിരഞ്ഞെടുപ്പ് വർഷമാണ്. ഇത് കൃത്യമായൊരു രാഷ്ട്രീയ പ്രചാരണ ജാഥ മാത്രമാണ്. ഈ ഇടതുപക്ഷത്തിന്റെ ആള് ഇന്നിപ്പോ CPM ആരും കണ്ടില്ലല്ലോ. എവിടെ പോയി? അല്ല, കാരണം ഞാൻ പറഞ്ഞു, CPM-കാർക്ക് എന്താ ഈ ചർച്ചയിൽ വന്നാ കുഴപ്പം? മനുഷ്യനെ കടുവ തിന്നുന്നതിനേക്കാൾ വലുതാണോ ഇവിടെ രാഷ്ട്രീയം? ഇവിടെ CPM-ന്റെ പ്രതിനിധി അല്ലെങ്കിൽ CPM-ന്റെ സഹയാത്രികർ ഉയർത്തിയ ചില ആരോപണങ്ങളുണ്ട്. ഞങ്ങൾക്ക് എന്തോ രാഷ്ട്രീയമുണ്ടെന്ന്. ഒരു രാഷ്ട്രീയമല്ല സഹോദര. ഒന്ന്, വനം വാച്ചർമാരെ വരെ അമിതാധികാര പ്രയോഗം നടത്താൻ, അറസ്റ്റ് ചെയ്യാൻ, ഒരു പൗരൻ്റെ അവകാശങ്ങളെ ഹനിക്കാൻ, വഴിയെ നടന്നു പോകുന്നവരെയും അയൽവക്കത്ത് താമസിക്കുന്നവരെയും വരെ വനം കേസുകളിൽ കുടുക്കിയിടാനുള്ള അമിതാധികാര പ്രയോഗ നിയമം കേരള വനം ഭേദഗതി സഭയിലുൾപ്പെടെ വിതരണം നടത്തി, മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് അത് പാസ്സാക്കിയെടുത്ത് അവസാനം കർഷകരും പാർട്ടികളും പ്രതിപക്ഷവും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ അമിതാധികാര പ്രയോഗ നയം അഥവാ കേരളത്തിൻ്റെ വനം നിയമം ഇവിടെ നടപ്പിലാവില്ലേ? അവിടെ പ്രതിപക്ഷം കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് അതിന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അമിതാധികാര പ്രയോഗ നിയമം പിണറായി വിജയൻ അടിച്ചേൽപ്പിച്ചനെ കേരളത്തിലെ വനാതിർത്തികളിലെ സാധുക്കളുടെയും കർഷകരുടെയും മുകളിൽ. രണ്ടാമത്തെ കാര്യം, സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഈ 2016 മുതൽ 3611 പരാതി അപേക്ഷകൾ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ജീവന് അല്ലെങ്കിൽ സ്വത്തിന് അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾക്ക് അല്ലെങ്കിൽ കൃഷിക്ക് നഷ്ടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് 2016 മുതൽ 3611 അപേക്ഷകൾ ഒരു തീരുമാനവും എടുക്കാതെ നിങ്ങളുടെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടപ്പുണ്ട്. ആരാ ഉത്തരവാദി? പ്രതിപക്ഷമാണോ കേന്ദ്ര സർക്കാരാണോ? നിങ്ങൾ ആ സമീപനം എടുത്തിട്ടില്ല. ഇനി നിങ്ങൾ ഏത് സ്ഥലത്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് വാൽപ്പാറയിലേക്കൊന്ന് പോകണം. വാൽപ്പാറയുടെ നമ്മുടെ മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറയിലേക്ക് കയറുമ്പോൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. നിങ്ങൾ കർണാടക അതിർത്തിയിലേക്ക് പോകണം. എങ്ങനെയാണ് വന്യജീവികളെ ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കാതെ എങ്ങനെയാണ് ശാസ്ത്രീയമായി ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കുന്നത് എന്ന് നിങ്ങൾ വേറൊരിടത്തും പോകണ്ട. നിങ്ങൾ കേന്ദ്രത്തിനെ പിടിക്കേണ്ട, പ്രതിപക്ഷത്തിനെ പിടിക്കേണ്ട. നിങ്ങൾ ആ വാൽപ്പാറയിലേക്ക് കയറി ഒന്ന് നോക്കിയാൽ തമിഴ്നാട് സർക്കാർ എങ്ങനെയാണ് വന്യജീവികളിൽ നിന്നും തദ്ദേശീയരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആധുനിക മാർഗങ്ങൾ എന്താണ് ഒന്ന് പഠിക്കണം. അതിനെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയാൽ പറ്റുമോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞത് വാൽപ്പാറയിലേക്ക് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞത് നിങ്ങളുടെ കഴിവുകേടാണ് സാർ. നിങ്ങളുടെ മന്ത്രി ഈ പ്രായത്തിൽ ഫാഷൻ ഷോയിൽ പോയിരുന്ന് ഹിന്ദി പാട്ട് തട്ടി വലിയ ഇത് നടക്കുമ്പോൾ അയാളുടെ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു സഹോദരി പകുതി കടുവ കടിച്ച് തിന്ന ശരീരവുമായിട്ട് ചിതയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് പോകുന്നതിന് പകരം, ആ വിഷയത്തിൽ ഇടപെടുന്നതിന് പകരം ആ ചിതയുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ആ ഫോറസ്റ്റിൻ്റെ പിന്നെ ടെറിട്ടറിക്കകത്ത് പോയി ആ സാധുക്കളെയും അവരുടെ ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുന്നതിന് പകരം ഇയാൾക്ക് നാണമുണ്ടോ? ആ പിന്നെ കോഴിക്കോടത്തെ ഫാഷൻ ഷോയിൽ പോയത് ഹിന്ദി പാട്ട് പാടാൻ ഈ പ്രായത്തിൽ ഒരു മര്യാദ വേണ്ടേ? ഇവരൊക്കെ എന്ത് മന്ത്രിയാ? എന്നിട്ട് വന്നിരുന്ന് കോൺഗ്രസിനെയും UDF-ന്റെ ജാഥയെയും വിമർശിക്കാൻ നിങ്ങൾക്ക് അധികാരം തീർന്നില്ല. നിങ്ങൾ നോക്ക്, കോഴിക്കോട് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി AK ജയശങ്കരൻ നമ്പ്യാരും ബഹുമാനപ്പെട്ട ശ്രീ ഗോപിനാഥ് സാറും ഉൾപ്പെടുന്ന ബെഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പന്നിയെ ഉൾപ്പെടെ വെടിവെക്കാനുള്ള അധികാരം കൊടുത്തതിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ പങ്കാളിത്തത്തിനെ സംബന്ധിച്ചൊരു ചോദ്യം ഉന്നയിച്ചു. സ്വാഭാവികമായിട്ടും ആ കേസ് നടത്തേണ്ട വനവകുപ്പ് മന്ത്രിയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ വളരെ കൃത്യമായൊരു മറുപടി കൊടുത്തുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കുന്നതിന് പകരം കൃത്യമായ വിശദീകരണം, കർഷകന്റെ ആവശ്യകത, പന്നി ഉൾപ്പെടെയുള്ളത് പെറ്റുപെരുക്കുന്നതിനെ സംബന്ധിച്ച്, മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ അലങ്കോലപ്പെടുന്നതിനെ സംബന്ധിച്ച്, അവൻ്റെ കൃഷി ചെയ്യുന്നവൻ്റെ ദുരിതത്തെ സംബന്ധിച്ച്, അവിടെ നടക്കുന്ന ഹീനമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒന്നൊന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം അവിടെ സമയം നീട്ടി ചോദിച്ചുകൊണ്ട് ഉള്ള ആനുകൂല്യം പോലും ഇനി പന്നിയെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കഴിയാത്ത വണ്ണം സർക്കാർ പുറകോട്ട് പോയി. ഞങ്ങളാണോ ഉത്തരവാദികൾ? അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെക്ഷനിൽ അവസാനിപ്പിക്കുകയാണ്. 48.85 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. നിങ്ങൾ അവിടെ പറഞ്ഞതാണ്, ഞങ്ങൾ ഫെൻസിങ് കെട്ടിയിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ഫെൻസിങ് ആണ്, ഞങ്ങൾ വാരിക്കുഴി തീർത്തിട്ടുണ്ട്. സർ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത പണം ചെലവഴിക്കാതെ കെട്ടിക്കിടന്ന് ലാപ്സായാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രമല്ല, അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷമല്ല. ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അമിതാധികാര പ്രയോഗം നടത്തി കർഷകരെയും വയനാട്ടിലെയും അതുപോലെ തന്നെ മലയോര മേഖലയിലെയും ജനങ്ങളെ കൊള്ളയടിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് ഇന്ന് ഇപ്പോൾ
ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ അതിന്റെ പ്രയാണം പിന്നെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമല്ല, അത് ജനങ്ങളുമായി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാട്ടാന ചവിട്ടിക്കൊന്ന ഈ കഴിഞ്ഞ ദിവസത്തെ വയനാട്ടിലെ ഒരു സഹോദരിയുടെ വീട്ടിൽ പോകുമ്പോൾ 8 വയസ്സുള്ള പൊന്നുമോള് എൻ്റെ പിതാവിനെ ആന ചവിട്ടിക്കൊന്നതുപോലെ ഇനി ഒരു മോളും എന്നെ പോലെ കരയാനിടയാകരുത് എന്ന് പറയുന്നിടത്തു നിന്നാണ് ആ പ്രതിഷേധം ഉയരുന്നത്. അത് ഉയർത്തുക തന്നെ ചെയ്യും. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടിപിടിക്കുന്ന അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നത് മാത്രമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇറങ്ങിച്ചെല്ലാൻ ബോധ്യമുള്ള തരത്തിലുള്ള ആളുകൾ, അവർ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവർ ഒരു സംഘടനയുടെ സംവിധാനം ഉപയോഗിച്ച് ഇറങ്ങിച്ചെല്ലുന്നത് അത്രമേൽ വിമർശിക്കപ്പെടേണ്ട ഒന്നാണെന്ന് ഈ ഘട്ടത്തിലെങ്കിലും നമ്മൾ വിചാരിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്.